428 ഞാൻ എന്തു വിളിക്കണം? എന്റെ ചോദ്യം ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. നിങ്ങൾക്ക് എന്റെ ചോദ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും ചോദ്യം എന്താണെന്ന് വിശദീകരിക്കാൻ ചോദിക്കാം കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതാണ് പ്രശ്നം. 125-നെ 15 എന്നും 365-നെ 45 എന്നും 526-നെ 42 എന്നും 254-നെ 28 എന്നും വിശേഷിപ്പിച്ചാൽ 428-നെ ഞാൻ എന്ത് വിശേഷിപ്പിക്കണം എന്നാണ്. തീർന്നില്ല, നിങ്ങൾക്കിതിന് ഞാൻ ഓപ്ഷൻ തരാൻ പോവുകയാണ്. 64 വരുന്നുണ്ട്, 48 ഉണ്ട്, 46 ഉണ്ട്. ഇതിലേതായിരിക്കും ശരി എന്ന് നിങ്ങൾ കണ്ടെത്തുക. ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടോ മെഹർ? ഹലോ മെഹറേ, മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഒന്ന് നോക്കിക്കേ എല്ലാവരും. മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇല്ലേ? എന്ത് പറ്റി? ഉണ്ടോ? മറ്റുള്ളവർക്ക് എല്ലാവരും യെസ് ടൈപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ശരി, എല്ലാവരും അതിന്റെ ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്താൽ നന്നായിരുന്നു. നമുക്ക് പിന്നീട് ചോദിച്ചു നോക്കാം. വേറെ ആൻസർ വരുന്നുണ്ടോ? ഓ, വരുന്നില്ല. ഇഷ ഫാത്തിമ കിട്ടിയോ? ഫസ്റ്റ് 2 ഡിജിറ്റ്സ് ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ഒന്ന് പറഞ്ഞു വരുന്നുണ്ടല്ലോ, ഒന്ന് പറഞ്ഞു നോക്കൂ. എങ്ങനെ? ഇപ്പൊ 428 ആണ് കിട്ടണ്ടേ. അല്ല, എനിക്ക് ആദ്യത്തെ 125-നെ എന്തോ ചെയ്തിട്ടാണ് 15 കിട്ടിയത്. എനിക്ക് കിട്ടിയത് 1+2 ചെയ്ത് 1+2 ചെയ്തപ്പോ 3 കിട്ടും. ശരിയാണ്. എന്നിട്ട് 3 into 5 ചെയ്തപ്പോ 15 കിട്ടി. 3-നെ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ടാണ് 15 കിട്ടിയത്. ആ ക്രമത്തിൽ 365 റെഡി ആവുന്നുണ്ടോ മകളെ? റെഡി ആവുന്നുണ്ടോ? 3+6 എത്രയാണ്? 9. 9 into 5 എത്രയാണ്? 45. കറക്റ്റ് ആണല്ലോ. അപ്പൊ മെഹർ 5+2 എത്രയാണ്? 5+2 7. 5+2 7. 7 into 6 42. കറക്റ്റ് ആണ്. Then 5+2 7. 7 into 4 28. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 4+2 എത്രയാണ്? 6. 6 into 8 48. 48 is our answer. മറ്റുള്ള കുട്ടികൾക്ക് അത് മനസ്സിലായോ? പ്രക്ഷോഭം എന്ന ഐഡിയുള്ള മോളെ പേരെന്താ? നിവേദിക്ക് ഇത് മനസ്സിലായോ? എങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കൂ എങ്ങനെയാ കിട്ടിയതെന്ന്. 1-നോട് 2 ആഡ് ചെയ്തപ്പം 3 കിട്ടി. 3 into 5 ചെയ്തപ്പോ 15 കിട്ടി. പിന്നെ 3-നോട് 6 ആഡ് ചെയ്തപ്പം 9 കിട്ടി. 9-നോട് 5 മൾട്ടിപ്പിൾ ചെയ്തപ്പോ 45 കിട്ടി. 5+2 7. 7 into 6 42. 2+5 7. 7 into 4 28. 4+2 6. 6 into 8 48. പിന്നെ റെഡിയായി അല്ലേ? ശരി,
മോളേത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഇനി 7ലേക്ക്. ഇപ്പം 7th സ്റ്റാൻഡേർഡ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ചോദ്യം 7th സ്റ്റാൻഡേർഡിൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മുടെ മക്കൾ എഴുതിയതാണ് ഫെബ്രുവരിയിൽ 2026. അപ്പൊ 7th സ്റ്റാൻഡേർഡിൽ വന്ന കുട്ടികൾ ഇപ്പൊ 5th സ്റ്റാൻഡേർഡിലെ മക്കൾ ഇതിലുണ്ട്. മെഹറിനെപ്പോലത്തെ കുട്ടികളൊക്കെ 5th സ്റ്റാൻഡേർഡിലാണ്. എന്നാലും അവർ ചിലപ്പോൾ ചോദ്യമൊക്കെ ചെയ്യാൻ മതി. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി തരികയാണ്, കഴിഞ്ഞ വർഷം വന്ന്. അപ്പൊ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടിയില്ലേ? 7th സ്റ്റാൻഡേർഡ് USS എന്ന് പറയുന്ന CM കിഡ്സിന് ഒരു ചോദ്യം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1, 4, 13, 40, 121 നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും? ഞാൻ ഓപ്ഷൻ തരാം. 243, 356, 364 and 365. ശ്രമിച്ചു നോക്കൂ. ആർക്കെങ്കിലും കിട്ടിയോ? Yes or no? എല്ലാരും ഇങ്ങനെ ആലോചിക്കുക എന്താ സംഭവം അല്ലേ? ചെയ്തോണ്ടിരിക്കുകയാണ്. ശരി, ഞാൻ ഇടപെടേണ്ട സമയമായോ? മെഹറെ, ഞാൻ ഇടപെടണോ? വേണ്ട സർ. ഒരു ക്ലൂ ഞാൻ തരാം. ക്ലൂ വേണോ? ആൻസർ കിട്ടി. കിട്ടിയോ? എന്താ മോനെ പേര്? അദ്വൈത. ഏത് ക്ലാസ്സിലാ? 8th. 8th വന്ന അദ്വൈതിയ. അപ്പൊ അങ്ങനെയാണ്ട് 7th ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവണം. USS എഴുതിയിട്ടുണ്ടാവുമല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ എത്ര മോക്ക് ആൻസർ കിട്ടിയത്? 364. അതെങ്ങനെയാ കിട്ടിയത്? സർ 1 into 3 3 plus 1 4 4 എല്ലാത്തിനോട് 3 ഇൻറ്റു ചെയ്തിട്ട് +1 ചെയ്യുമ്പോ നെക്സ്റ്റ് നമ്പർ കിട്ടും. 1 into 3 plus 1, 4 into 3 plus 1, 30 into 3 plus 1, 40 into 3 plus 1, 121 into 3 plus 1. അങ്ങനെ ചെയ്തിട്ടാണ് 364 കിട്ടിയത് അല്ലേ? എന്താ മിണ്ടാത്തതല്ലേ? വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും മോഡൽ കിട്ടിയോ 364? മേയർ, 1ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3. 4ഉം 13 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 9.
13 14 തമ്മിൽ ഡിഫറൻസ് എത്രയാണ്? 27. 27. ഈ 3 9 27 എന്താ പ്രത്യേകത? 3 into 3 9. 3യുടെ മൾട്ടിപ്പിൾ അല്ലേ? 3യുടെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? യെസ് ഓർ നോ? Yes, sir. അപ്പൊ 3യുടെ മൾട്ടിപ്പിൾ ആണെന്നുള്ള പ്രത്യേകത അവിടെ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ 81 ആണ് ഡിഫറൻസ് വരുന്നത്. അപ്പൊ 81 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യ ഇതിനോട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നേരത്തെ മോള് പറഞ്ഞാണ് കുറച്ചുകൂടി എളുപ്പം. അദ്വൈത പറഞ്ഞിരിക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. ഞാൻ പറഞ്ഞ ഇത്തരം ചോദ്യങ്ങൾക്ക് ഒന്ന് രണ്ടും രീതിയിലൊക്കെ ആൻസർ കണ്ടെത്താൻ നമുക്ക് പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് വെച്ചത്, കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുക്കാത്ത കുട്ടികളുണ്ട് ഇതില്. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മെസ്സേജ് വന്നപ്പോൾ എത്ര പേർ പങ്കെടുക്കുമെന്ന് എഴുതി ചോദിച്ചത്. പല കുട്ടികൾക്കും ചിലപ്പോൾ ഈ ചൂട് കാരണമൊക്കെ ചിലപ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തത്. നിങ്ങളുടെ ഗൈഡൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ ഇപ്പോഴുള്ള കുട്ടികൾക്ക് അത് ഉപകാരപ്പെടും. എന്നാലും 5th 6th ഉള്ള കുട്ടികൾക്കും വരുന്നുണ്ട്. 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേറെ തന്നെ ഗൈഡാണ്. അത് ഞാൻ അയച്ചു തരാം. നിങ്ങളുടെ അഡ്രസ്സൊക്കെ ഞാൻ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് അയച്ചു തരാം. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചേർക്കേണ്ടതുകൊണ്ടാണ് വൈകിപ്പോയത് എന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. ആപ്പും റെഡി ആയിട്ടുണ്ട്. അത് നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുടെ ആപ്പിലേക്ക് ഒരു ഫോം തന്നിരുന്നു. ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അയക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. നിങ്ങൾ എല്ലാവരും ഫില്ല് ചെയ്ത് അയച്ചിട്ടുണ്ടോ മക്കളിൽ? ഇനി അത് ഇതിനകം ഫില്ല് ചെയ്ത് അയക്കാൻ കുട്ടികൾക്ക് ഒന്നുകൂടി ക്ലാസ് കഴിഞ്ഞാൽ എന്നെ വിളിച്ചാൽ ഞാൻ ഒന്നുകൂടി ആ ഫോം അയച്ചു തരാം. കാരണം 2 ദിവസം കൊണ്ട് എല്ലാവർക്കും ആ ആപ്പ് കിട്ടും. ഇതിൽ ധാരാളം ക്ലാസ് ഉണ്ട്, നിങ്ങൾക്കത് കാണാൻ കഴിയും. ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ, ശ്രദ്ധിച്ചോളൂ ചോദ്യം. സം ഓഫ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 51 to 70 എന്തൊക്കെയോ ടൈപ്പ് ചെയ്ത് വരുന്നുണ്ട്. സം ഓഫ് എന്നാണ്, അതിന് SUM ആണ്. സം ഓഫ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 51 to 70 ഈസ് 1210. 1210. നിങ്ങളൊന്ന് എഴുതിയെടുത്തുള്ളൂ ആ ക്വസ്റ്റ്യൻ. മലയാളം മീഡിയത്തിലുണ്ടോ? മലയാളത്തിൽ പറയണോ? വേണ്ടേ? മലയാളത്തിൽ പറയണോ മക്കളെ? ഇഷ ഫാത്തിമ മലയാളം വേണോ? വേണ്ട സർ. വേണ്ട. 51 മുതൽ 70 വരെ തുടർച്ചയായ എണ്ണൽ സംഖ്യയുടെ തുകയാണ് 1210 പറഞ്ഞിരിക്കുന്നത്. What is the sum of consecutive natural numbers from 1051 to 1070? മെഹർ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. What is the sum of consecutive natural numbers from 1051 to 1070? രണ്ടും കൂടി ചേർത്തൊന്ന് വായിച്ചേ മകളെ. Sum of consecutive natural numbers from 51 to 70 is 1210. What is the sum of consecutive natural numbers from 1051 to 1070? വേണോ? Yes, sir. ഒരാൾക്ക് യെസ് എന്നാൽ അയാൾക്ക് മാത്രം സ്വകാര്യ ക്ലൂ കൊടുക്കാം. അദ്ദേഹത്തിന് മാത്രം പറഞ്ഞെടുക്കാം, മറ്റുള്ളവർക്ക് വേണ്ടെന്ന് പറയുന്നു. Yes, sir. ഞാൻ ഫോൺ ചെയ്തിട്ട് അതിന്റെ ക്ലൂ കൊടുക്കാൻ പോവുകയാണേ. അദ്ദേഹത്തിന് മാത്രം മതി അല്ലേ? അദ്ദേഹത്തിന്റെ നമ്പർ എടുക്കട്ടെ. മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ഇപ്പൊ പറയണം, ക്ലൂ വേണമെന്ന് പറയണം. Yes, sir. അപ്പൊ എല്ലാവർക്കും ക്ലൂ വേണം. ശരി, പറയാം, ക്ലൂ തരാം.
ഈ 51 മുതൽ 70 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? അതിനെന്താ എത്ര താമസം? 70 50 മൈനസ് ചെയ്താൽ മതി. 20. അതെപ്പോഴും അല്ലേ? 51 മുതൽ 70 വരെയുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് അറിയാൻ 70 നിന്ന് 51 മൈനസ് ചെയ്യേണ്ടത്, 50 അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 20 നമ്പേഴ്സ് ഉണ്ട്. അത് ശരിയല്ലേ? ശരി. ആ, അടുത്ത ഞാൻ വരച്ച് കാണിക്കാം. 20 നമ്പേഴ്സിന്റെ 51 മുതൽ 70 വരെയുള്ള 20 നമ്പേഴ്സിന്റെ സമ്മ് നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അത് എത്ര മെഹർ തന്നിരിക്കുന്നത്? 1210. പിന്നെ നിങ്ങളോട് ചോദിച്ചത് ഇവിടെ നിങ്ങൾ 1015 വരുമ്പോ 1000 കൂടിയിട്ടുണ്ട്. ഇവിടെ 1051 1000 കൂടി, അവിടെയും 1000 കൂടി, 1070 ഇവിടെ ഒരു 1000 കൂടി, അങ്ങനെ 20,000 കൂടി കൂടിയിരിക്കുകയാണ്. 20,000 കൂടി എത്രയാണോ? 20,000. 20,000 കൂടിയിട്ട് നിങ്ങൾ ഇത് ആദ്യം തന്ന 1210 കൂടെ ആഡ് ചെയ്താൽ മതി. പറഞ്ഞത് മനസ്സിലായില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ. ക്ലിയർ ആക്കണോ? ഒന്നുകൂടി ക്ലിയർ ആക്കണോ? കണക്കല്ലേ? കണക്കാകുമ്പോ കുറെ പ്രാവശ്യമൊക്കെ പറയേണ്ടി വരും. ഇതങ്ങ് തലേ കയറണമെങ്കിൽ ഒന്നുകൂടിയും പറയണോ? അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനില് 51 മുതൽ 70 വരെയുള്ള തുടർച്ചയായ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ 1051 മുതൽ 1070 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് എത്രയാണോ ചോദിച്ചത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 51 മുതൽ 70 വരെ 20 നമ്പേഴ്സ് ഉണ്ട് എന്ന് നിങ്ങൾ പഠിച്ചു. അങ്ങനെ ആകുമ്പോൾ ഒരു 1000 അല്ലേ ഇവിടെ കൂടിയത്. അങ്ങനെ 20,000 കൂടി. 20,000 കൂടി കഴിഞ്ഞാൽ 20,000. 20,000 കൂടെ നേരത്തെ തന്നിരിക്കുന്ന 1210 കൂടി ആഡ് ചെയ്താൽ ഇത് എത്ര ഉണ്ടാവും നിങ്ങൾ പറയൂ? 21,210. 21,210 കിട്ടും. ഇത് ഒരു മത്സര പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷം USSന്റെ, അതായത് CM കിഡ്സ്, ഐശ്വര്യ അദ്ദേഹം ഫോൺ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ, മൈക്ക് ഓൺ ചെയ്ത് കൊടുത്തിട്ട്, അദ്ദേഹം അതുപോലെ ഷമീറ എന്നൊരു കുട്ടിയും മൈക്ക് ആവശ്യത്തിന് മാത്രം ഓൺ ചെയ്യുക. അതായത് കഴിഞ്ഞ USSന് CM കിഡ്സിന് ചോദിച്ച ചോദ്യമാണ്. ഇതൊരു പ്രശ്നമില്ല, മക്കളത് മനസ്സിലാക്കാത്തോണ്ടാ. 1051 1070 അങ്ങനെ 51 to 70 വരെ 1051 to 70 വരെ 20 നമ്പേഴ്സ് ഉണ്ട്. 20 നമ്പേഴ്സ് 51 to 70 വരെ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ 1000 ഇവിടെ കൂടിയത്, 20,000 കൂടി കൂട്ടിയാൽ പോരെ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയൂ. പറഞ്ഞോ? മെഹർ മനസ്സിലായോ സംഭവം? മെഹറിന് ഇല്ല? ഓ ശരി. ഇഷ ഫാത്തിമക്ക് മനസ്സിലായോ? ചെറുതായിട്ട് മനസ്സിലായി. വലുതായിട്ട് മനസ്സിലായെങ്കിൽ ഇതിലുണ്ടോ? കറക്റ്റ് ആയിട്ട് മനസ്സിലായത് ആരെങ്കിലും ഉണ്ടോ? അത് ഇതൊക്കെ മനസ്സിലായിരുന്നു. അത് ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാ അത് കിട്ടിയെന്ന്. ഈ 70ന്റെ അകത്തുനിന്ന് 50 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 കിട്ടും. പിന്നെ 1051 to 1070 അല്ലേ? അപ്പോ അതില് രണ്ടെണ്ണത്തിലും കോമൺ 1000 ആയതുകൊണ്ട് 1000 into 20 ചെയ്യുമ്പോൾ നമുക്ക് 20,000 കിട്ടും.
അപ്പൊ അതിനോട് നമുക്ക് ഇതില് സം ഓഫ് ദി കോൺസിക്യൂട്ടീവ് നമ്പർ നാച്ചുറൽ നമ്പർ ഫ്രം 51 to 70 is 1210 കൊടുത്തിട്ടുണ്ട്. അപ്പം ആ 20,000 into 20,000 plus 1210 ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഞാൻ മെഹറിനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. മെഹറെ 1051 മുതൽ 1070 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 20 നമ്പേഴ്സ് ഉണ്ട്. അത് ശരിയാണല്ലോ, ശരിയല്ലേ? Yes or no? 51-ല് 1000ഉം 51ഉം കൂടി കൂട്ടിയിട്ടാണല്ലോ 1051 കിട്ടുന്നത്. Yes or no? Yes, sir. 1070-ല് 1000ഉം 70ഉം കൂടി കൂട്ടിയിട്ടാണല്ലോ 1070 കിട്ടുന്നത്. Yes. Yes. അപ്പൊ നമ്മൾ 51 to 70 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് 1210 നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ഉണ്ടോ? Yes. Yes, sir. ഇനി നമുക്ക് 1000 അല്ലേ അവിടെ ബാലൻസ് വരുന്നത്, അങ്ങനെ 20,000 കൂടി കണ്ടാ പോരെ? Yes, sir. അപ്പൊ 20 into 1000 എത്രയാ? 20,000. ആ 20,000ഉം 1210 കൂടി ആഡ് ചെയ്താൽ മതി. സമജാ? ക്ലിയർ ആയോ? Yes, sir. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? Yes, sir. ഞാൻ പറഞ്ഞില്ലേ, മത്സര പരീക്ഷയുടെ ചോദ്യമാകുമ്പോ ഒരു പക്ഷെ കുറച്ച് പ്രശ്നം വരാം. അതുകൊണ്ട് ചില സമയങ്ങളിൽ ചില അങ്ങ് പിടിച്ചോളൂ. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മക്കള് പ്രയാസത്തിന്റെ പിന്നീട് തന്നെ വിളിച്ചാൽ മതി കേട്ടോ. ശരി, ഒരു കാര്യം ചെയ്യാം, ഒരു 3 ചിത്രം വരയ്ക്കാം. ട്രയാങ്കിൾ ചെയ്താൽ വരയ്ക്കാം. ചുമ്മാ വരച്ചാൽ മതി. 1 2 എല്ലാവരും വരച്ചു. വരച്ചു കഴിഞ്ഞാൽ എന്ന് പറയാം. Yes, sir. Yes, sir. 18, 24 dash. ഒരു കാര്യം ചെയ്യാം, 3 സൈഡിൽ നമ്പർ കൊടുക്കാം. 10, 6, 3, 8, 5, 6, 15, 8, 2. ഓർക്കിനും തരാം. 22, 31, 24, 25. കണ്ടുപിടിച്ചോളൂ. നിങ്ങളിത് നോക്കിയാൽ മതി. എന്ത്, ഈ ചുറ്റുമുള്ള 10ഉം 6ഉം 3ഉം എന്ത് ചെയ്തിട്ടാണ് 18 കിട്ടിയത്? അതേ ക്രമത്തിൽ 8ഉം 5ഉം 6ഉം അതേ ക്രമത്തിൽ ചെയ്താൽ 24 കിട്ടുമോ? ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ചിന്തിച്ചോ. അതാ അത് ജന്നത്തേസും വൈകിപ്പോയി കേട്ടോ. എന്താ പറ്റിയത്? വിളിച്ചു, ഫോൺ എടുത്തൂല്ല. അച്ഛൻ വന്നിട്ടില്ല. ഇല്ലല്ല. അപ്പൊ 1-2 ക്ലാസ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് യൂട്യൂബിൽ വരും, അല്ലാണ്ട് വീഡിയോ ഞാൻ അയച്ചു തരാം. ഓക്കെ, അന്നേരം കണ്ടാ മതി കേട്ടോ. ശരി. അപ്പൊ എല്ലാവരും ക്ലാസ് പങ്കെടുക്കാൻ പറ്റാത്ത കുട്ടികളുടെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അപ്പൊ അവർക്ക് അതിന്റെ വീഡിയോ ഞാൻ അയച്ചു തരും. ശരി, മെഹർ ഇതിന്റെ ആൻസർ കിട്ടിയോ? No, sir. ആർക്കെങ്കിലും കിട്ടിയോ?
5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അതൊരു ചെറിയ പ്രയാസം വരും. 7th and above ഉള്ള കുട്ടികൾക്ക് പറ്റും. 7th above ഉള്ള കുട്ടികൾ ആരെങ്കിലും ഇതിലുണ്ടേ പറയാം. ശരി, ഞാൻ ഒരു ചെറിയൊരു സൂചന തരാം. ഇവിടെ 10, 6ഉം 3ഉം തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? എത്രയാണ് 10, 6, 3 മൾട്ടിപ്പിൾ ചെയ്തത്? 180 ആണ്. ശരിയാണ്, അവിടെ കിടക്കട്ടെ. 8ഉം 5ഉം 6ഉം മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? പറയും. ആർക്കും പറയാം. 8ഉം 5ഉം 240 ആണ്. അതും ശരിയാണ്, അതവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 15ഉം 8ഉം 2ഉം മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? ഫിഫ്റ്റീൻ ടു 8 മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? 240 തന്നെയാണ്. അപ്പൊ ഇവിടെ ആദ്യത്തതിന് 180 കിട്ടി, രണ്ടാമത്തതിന് 240 കിട്ടി, അടുത്തതിൽ നമുക്ക് 240 കിട്ടി. ഈ 180യെ എന്ത് ചെയ്തിട്ടാണ് 18 കിട്ടിയത്? 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. 240യെ എന്ത് ചെയ്തിട്ടാണ് 24 കിട്ടിയത്? 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 240യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 24 ഓപ്ഷൻ ഉണ്ടോ? യെസ്. അപ്പൊ ഒരാള് അതെങ്ങനെയാ 24 കിട്ടിയെന്ന് പറഞ്ഞു കൊടുക്കൂ. 10 into 6 into 3 is 180. So 180 divided by 10 is 50. 8 into 5 into 6 is 240, and 240 divided by 10 is 24. ഷമീർ എന്ന കുട്ടിയുടെ മൈക്ക് മ്യൂട്ട് ചെയ്തേ. ആ കുട്ടിയുടെ മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചു. 10 into 8 into 2 is 240. 240 divided by 10 is 24. ശരി. അപ്പൊ ഇങ്ങനെ പല വഴിക്കും പോയാൽ നമുക്ക് ആൻസർ കിട്ടേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച, അപ്പൊ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ പല ക്വസ്റ്റ്യനും എടുത്താണ് നിങ്ങൾക്ക് തന്നത്. അത് വിവിധ സ്റ്റാൻഡേർഡിലുള്ള ചോദ്യങ്ങളാണ്. ചില ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ദഹിച്ചില്ല എന്ന് വരാം. സാരമില്ല, എന്തെങ്കിലും പ്രയാസമുള്ളവർക്ക് പിന്നീട് വിളിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇതായിരുന്നു, ഫാക്ടേഴ്സ്. പുതിയായിട്ട് വന്ന കുട്ടികൾ ആ ഹെഡിങ് അവിടെ എഴുതി വെക്കുക. ഇതിന്റെ മലയാളം ഘടകങ്ങൾ എന്നാണ്. മലയാളം മീഡിയം കുട്ടികൾക്ക് ശ്രദ്ധിക്കാം. ഫാക്ടേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ഘടകങ്ങൾ. ഫാക്ടേഴ്സ് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട നമ്പറാണ് പ്രൈം നമ്പേഴ്സ്. മലയാളത്തിൽ അഭാജ്യ സംഖ്യ എന്ന് പറയും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു 25 പ്രൈം നമ്പേഴ്സ് കാണാതെ പഠിക്കണമെന്ന്. എത്ര പേരത് പഠിച്ചിട്ടുണ്ട്? 25 പ്രൈം നമ്പേഴ്സ് കാണാതെ പഠിച്ച ഏതെങ്കിലും ഒരു കുട്ടി ഇതിലുണ്ടോ? അത് പഠിച്ച കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു പ്രൈസ് ആ കുട്ടിയുടെ അഡ്രസ്സിൽ 2 ദിവസം കൊണ്ട് വീട്ടിലെത്തും. ഇപ്പം വീഡിയോ ഓൺ ചെയ്തിട്ട് 25 പ്രൈം നമ്പേഴ്സ് കാണാതെ പഠിച്ച കുട്ടി ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് ആ 25 പ്രൈം നമ്പർ പറഞ്ഞിട്ട് ശേഷം ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ വാട്സപ്പിൽ ആ കുട്ടിയുടെ അഡ്രസ് പറഞ്ഞു തന്നാൽ
ഉടനെ തന്നെ ആ ഗിഫ്റ്റ് ആ കുട്ടിയുടെ വീട്ടിലെത്തും. Yes, sir. മറ്റുള്ള കുട്ടികൾക്ക് അതൊരു പാഠമായിരിക്കട്ടെ. ആരാണ് പഠിച്ചത്? Aaron. ആരോൺ. ശരി, ആരോൺ വീഡിയോ ഓൺ ചെയ്ത് 25 പ്രൈം നമ്പറും പറഞ്ഞോളൂ. ആരോണിന്റെ ഗിഫ്റ്റ് വീട്ടിലെത്തിയിരിക്കും. ഇല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി. 2, 3, 5, 7, 9, 11. പ്രൈം നമ്പർ അല്ലേ? പ്രൈം നമ്പർ അല്ലേ മോനെ? ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. 13, 17, 19, 23, 29. ഒരു മിനിറ്റ് ആരോൺ ഒരു പ്രാവശ്യം കൂടി തുടങ്ങേണ്ടി വരും. ഈ 25 പ്രൈം നമ്പേഴ്സ് പറയുമ്പോൾ ആരോൺ പറയുമ്പോൾ മറ്റുള്ള കുട്ടികളുടെ കയ്യിൽ കഴിഞ്ഞ ദിവസം ഞാൻ എഴുതി തന്നെ പ്രൈം നമ്പറിന്റെ ടേബിൾ ഉണ്ട്. അത് നോക്കിക്കോളൂ. ആരോൺ പറയുന്നത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിക്കോളൂ. സർ എനിക്ക് അറിയാ കാണാറുണ്ട്. ആരോൺ പഠിച്ച കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് അവരുടെ മുന്നിൽ നിന്ന് പൊതിഞ്ഞിട്ട് ഞാനിപ്പോ പാക്ക് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കത് കാണാം. ആരോൺ സ്റ്റാർട്ട്. എനിക്കും അറിയാം. അറിയുന്നതിൽ പറയാം. ആരോൺ ആദ്യം പറയട്ടെ. 2, 3, 5, 7, 11, 13, 17, 23, 29, 31, 37, 43, 41, 43, 47, 53, 59, 61, 67, 73, 83, 89, 97. 71 വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ആരോണിന്റെ കാര്യം ഞാൻ പരിഗണിച്ചു. ആരോൺ ഈ ക്ലാസ് കഴിഞ്ഞാൽ എന്നെ വിളിക്കാം. സർ 19 വിട്ടുപോയി. 19 വിട്ടുപോയിട്ടുണ്ട്. കുഴപ്പമില്ല. എന്തായാലും ആരോൺ ആ ധൈര്യം കാണിച്ചല്ലോ. ആ ധൈര്യം കാണിച്ചവർ ആരോണിന് ലൈക്ക് കൊടുക്കും എല്ലാവരും. ആരോണ് ലൈക്ക് കിട്ടി. ശരി, വേറെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? യെസ് സർ. എന്താ മോളെ പേര്? പേരെന്താണ്? കേട്ടില്ല. മൈക്ക് ഓൺ ചെയ്യും. എന്താ മൈക്ക് വരാത്ത, സൗണ്ട് വരാത്ത? എന്താ? ഇല്ല, മോള് പറയുന്നത് കൊണ്ട് കേൾക്കുന്നില്ല അല്ലേ മെഹറെ? ആ മോള് പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, എന്താന്ന് പറ്റിയിട്ടുണ്ട് അവിടെ മൈക്കിന്. സാരമില്ല, ഇത് കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചു പറയാൻ മതി. ശരി, ഇപ്പൊ റെഡി. പറയൂ. സ്റ്റാർട്ട് ചെയ്തോളൂ. 2, 3. അപ്പൊ മൈക്ക് പോയി. എന്താ ഇടക്ക് മൈക്ക് നിന്ന് വന്നത്? കുഴപ്പമില്ല, സാരമില്ല. എന്തായാലും ഈ ക്ലാസ് കഴിഞ്ഞ് പഠിച്ച കുട്ടികളൊക്കെ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. അവർക്കുള്ള ഗിഫ്റ്റ് വരാൻ പോവുകയാണ്. എല്ലാം പൊതിയാനൊക്കെ ആളിവിടെ റെഡിയിലുണ്ട്. എല്ലാവർക്കും കിട്ടിയിരിക്കും. അപ്പൊ പഠിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് എന്നാലും നമുക്ക് അടുത്ത പാഠം നിങ്ങൾക്ക് മനസ്സിലാവണ്ട. എനിക്കെന്നാ ഋതി ഒന്നും പഠിച്ചിട്ടില്ല തോന്നില്ലേ? ഋതി പോയി തോന്നുന്നു. കുറച്ചും കൂടി പഠിക്കാനുണ്ട്. പഠിച്ചോണ്ടിരിക്കുക. ഋതി പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ കഴിഞ്ഞറിയോ? ഋതി വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ ഓഫ് ചെയ്ത് പഠിക്കുക. അത് പിന്നെ പഠിച്ചാൽ മതി. ശരി, സാറില്ല, അടുക്കട്ടെ, ഇവിടെ വെക്കും. നമുക്കൊരു കാര്യം ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 1 to 10 വരെയുള്ള നമ്പേഴ്സിന്റെ ഘടകങ്ങൾ നമ്മൾ എഴുതിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പൊ അതിൽ നമുക്ക് 2 ഘടകങ്ങൾ മാത്രമുള്ള 2നെയും 3നെയും 5നെയും ഒക്കെ 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളാണെന്നും അവയെ നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നു എന്നും പഠിച്ചു. മലയാളത്തിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറയും. നമുക്ക് പ്രൈം നമ്പേഴ്സ് നമ്മുടെ ഫാക്ടേഴ്സ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ്. മെഹർ, ഞാൻ ഈ എഴുതിയ നമ്പർ എത്രയാണ്? 12. ഈ 12 എന്ന സംഖ്യ നമുക്ക് ലഭിക്കണമെങ്കിൽ 1നെ 12 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുമല്ലോ. വേറെ ഏത് നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്താലാണ് 12 ലഭിക്കുക?
6 into 6. എല്ലാവർക്കും പറയട്ടെ, എല്ലാവർക്കും പറയാം. മൈക്ക് ഓൺ ചെയ്ത് എല്ലാവർക്കും പറയാം. നമ്മളെ ക്ലാസ്സില്ല, നിങ്ങൾക്ക് തന്നെ പറയാം. 2 into 6 ചെയ്താൽ കിട്ടും. പിന്നെയോ 4 into 3. 3 into 4 ചെയ്താൽ കിട്ടും. അപ്പോൾ നമുക്ക് 12ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് നോക്കാം. മൈക്ക് മ്യൂട്ട് ചെയ്യുകയും വേണം. കഴിഞ്ഞാൽ പെട്ടെന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഷമീർ എന്ന് പറഞ്ഞ കുട്ടിയാണ് ഇടയ്ക്ക് മൈക്ക് മ്യൂട്ട് ചെയ്യാത്തത്. അതിന് മൈക്ക് എന്താ പ്രശ്നമുണ്ട്. ഇവിടെ 12ന് 1, 2, 3, 4, 5, 6 12 എന്ന സംഖ്യക്ക് 6 ഫാക്ടേഴ്സ്, 6 ഘടകങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 5ാം ക്ലാസ്സിൽ കടക്കുന്ന കുട്ടികൾക്ക് ഈ ഫാക്ടേഴ്സ് തുടക്കത്തിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ കേട്ടു പോയി കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമാവും. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എടുക്കുന്നു ഞാൻ. നമുക്ക് 72ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. 72ന് ആദ്യത്തെ ഘടകം ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നമുക്ക് 1 into 72 എന്ന് എഴുതാം. പിന്നെ ഏതൊക്കെയായിരിക്കും നിങ്ങൾ പറയും? Nine into 8. 9 into 8. 9 into 8 അല്ലെങ്കിൽ 8 into 9. ശരി, സമ്മതിച്ചു. അടുത്തത് ഇത് മാത്രമേ ഉള്ളൂ. 2 into 36. വെരി ഗുഡ്. 2 into 36. ഇനിയുണ്ടല്ലോ. ഇനിയുണ്ട്, ഇഷ്ടംമാതിരിയുണ്ട്, കുറെ ഉണ്ട്, വരാനുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചവർക്ക് വേഗം കഴിയും. പറയാം. 3 into 24 ഉണ്ട്, ശരിയാ. 6 into 3. 4 into 18 ഉണ്ട്, അതും ശരിയാണ്. 12 into 6, sir. Into 12. 6 into 12 ഉണ്ട്, അതും ശരിയാണ്. ഇതൊക്കെ 72ന്റെ ഫാക്ടേഴ്സ് ആണ്. നമുക്ക് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പൊ 72ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 12. 12. അങ്ങനെ 72ന് ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ട്. 12 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ 12ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 6 factors. ശരി. ഇനി 72ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ഞാൻ വേറൊരു മോഡൽ പരിചയപ്പെടുത്തരാം. അത് നമുക്ക് ചെറിയ സംഖ്യ 12ന്റെ ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടെത്തിയെന്ന് നോക്കാം. 12 ഇവിടെ എഴുതിയിട്ട് നമുക്കതിനെ ഫാക്ടറൈസ് ചെയ്യാം. അപ്പം ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാ? 2. അപ്പം 12 ഒരു ഈവൺ നമ്പർ ആയതുകൊണ്ട് നമുക്കതിനെ 2 കൊണ്ട് എക്സാക്ട്ലി ഡിവിസിബിൾ ആണ്. 12 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 6. 6നെ നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എത്ര കിട്ടും? 3 കിട്ടും. ശരി, അവിടെ നോക്കൂ. 3 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. ഇനി അതേപോലെ നമുക്ക് 72നെ അതേ ക്രമത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഒരു സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നാൽ അതിന്റെ പകുതി എടുക്കലാണ്. എത്രയാണ്? 36. വെരി ഗുഡ്. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു.
18. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 9. 9. അപ്പൊ നമുക്ക് 9 2 കൊണ്ട് എക്സാക്ട്ലി ഡിവിസിബിൾ ആണോ? No, sir. No. അല്ല. അപ്പൊ ഇത് 2 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 3. 3. അപ്പൊ നമുക്ക് 9 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? Yes, Yes. sir. 9 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 3. 3. അപ്പൊ ഈ 3 ഒരു പ്രൈം നമ്പർ ആണോ? Yes, sir. Yes, Yes. sir. Yes, sir. അപ്പൊ നമുക്ക് 2 വരെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അപ്പൊ നേരത്തെ 12 കിട്ടിയത് നമുക്ക് ഇങ്ങനെ എഴുതാം. 2 into 3 എന്ന് എഴുതാം. അത് 12 ആണ്. മൈക്ക് മ്യൂട്ട് ചെയ്യണേ. മൈക്ക് മ്യൂട്ട് ചെയ്യണം. 72 നമുക്ക് അതേ രീതിയിൽ 2 into 3 into 3 എന്ന് എഴുതാം. അത് is equal to 72 എന്ന് എഴുതാം. ഇത് രണ്ടും മക്കളൊന്ന് എഴുതി വെച്ചേ. എഴുതി കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. Sir. Yes, sir. Yes, sir. യെസ്. Yes, sir. ഇനി നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ ഒരു ചോദ്യം ഞാൻ തരാം. Sir. ഈ രീതി ഫാക്ടറി ചെയ്യേണ്ട ഒരു ചോദ്യം ഞാൻ തരാം. എന്താ പറയാൻ നോക്കിയത്? പറയൂ. ഇത് 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്. അതാണ്. അപ്പൊ 6th സ്റ്റാൻഡേർഡ് പഠിക്കുന്നത്. അതിന്റെ വലിയത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ പഠിക്കും. ഞാൻ പറഞ്ഞു 6th സ്റ്റാൻഡേർഡ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 80 എന്ന സംഖ്യയെ ഇതേ ക്രമത്തിൽ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കൂ എല്ലാവരും. ഋതി തുടങ്ങിയോ? 2 into 2 into 2 into 5. 80 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 40. 40 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 20. ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 10. 10 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 5. ഈ 5 ഒരു പ്രൈം നമ്പർ ആണോ? Yes. Yes, sir. Yes, sir. അങ്ങനെയാണെങ്കിൽ അവിടെ വരയ്ക്കാം. അപ്പൊ നമുക്ക് 2 into മൈക്ക് മ്യൂട്ട് ചെയ്യൂ. ആ മോളെന്താ മൈക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓൺ ചെയ്ത് കളിക്കുന്നത്? ആ ഷമീർ എന്ന് പറഞ്ഞ ഐഡിയുള്ള കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഓൺ ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷെ ഓഫാക്കാൻ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് ആ കുട്ടിയുടെ മൈക്കിൽ. into 5 ആണ്. നമുക്ക് 80 എന്ന് എഴുതാം. ശരി, ഇനി നിങ്ങൾക്കുള്ള ഹോംവർക്ക് എഴുതി വെച്ചോളൂ. ഇതേ ക്രമത്തിൽ അടുത്ത ക്ലാസ്സിലേക്ക് എനിക്ക് ചെയ്ത് കാണിച്ചാൽ മതി. ഹോംവർക്ക് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതായത് ഫാക്ടറൈസ്. എന്തൊക്കെയാ ഫാക്ടറൈസ്? ക്വസ്റ്റ്യൻ നമ്പർ 1 100. ക്വസ്റ്റ്യൻ നമ്പർ 2 കാണുന്നുണ്ടോ? ക്വസ്റ്റ്യൻ കുറച്ചുകൂടി മേലോട്ട് എഴുതണോ? Yes, sir. Yes, sir. Sir. 100 എഴുതിയ കാണുന്നുണ്ടോ മക്കള്? 100 കാണുന്നുണ്ട്. 100 കാണുന്നുണ്ട്. 36 അല്ല 360 ആണ്. ഈ 2 ക്വസ്റ്റ്യനും അടുത്ത ക്ലാസ്സിലേക്ക് ഇതേ ക്രമത്തിൽ നിങ്ങൾ എഴുതി തരണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ക്ലാസ്സായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങൾ എന്നെ വിളിക്കാം. പ്രൈം നമ്പേഴ്സ് 25 എണ്ണം കാണാതെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നേരത്തെ കുട്ടി പറഞ്ഞതുപോലെ കേൾപ്പിക്കുക. അപ്പം പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിജയം നേരുകയാണ്. ഓൾ ദി ബെസ്റ്റ്.